അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറദില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഖാല فقال النبي صلى الله عليه وسلم والذي نفسي بيده للشرك أخفى من دبيب النمل ألا أدلك على شيء إذا قلته ذعب أنقى قليله وكثيره قال قل اللهم إني أعوذ بك أن تشرك بك وأنا أعلم واستغفر لك لما لا أعلم. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ പിടിച്ച് മാത്രമാണ് സത്യം ചെയ്യാൻ പറയും. അതല്ലാത്ത എല്ലാ സത്യങ്ങളും ശിർക്കുമായി ബന്ധപ്പെടുത്തിയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സ്വീകരിച്ച ഒരു രൂപം പല ഹദീസിന്റെയും തലവാചകമായി നമുക്ക് കാണാൻ പറ്റും. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി രഹസ്യമായി പതുക്കെ ഷിർക്ക് നിങ്ങളിലേക്ക് ഇഴഞ്ഞെത്തുക തന്നെ ചെയ്യും. മറ്റൊരു ഹദീസിലുള്ളത്, ഒരു കറുത്ത വാവു ദിവസം കരിമ്പാറക്കെട്ടിലൂടെ കട്ടനുറുമ്പ് അരിച്ചെത്തുന്നത് പോലെയാണ് ഷിർക്ക് മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരിക. ആരും അറിയില്ല. കാരണം അത് കുപ്പായിട്ടിട്ടുണ്ടാവുക തൗഹീദിന്റെ കുപ്പായായിരിക്കും. അതിൻ്റെ മേൽവിലാസം തൗഹീദായിരിക്കും. പറയുന്നതൊക്കെ തൗഹീദായിരിക്കും, പ്രവർത്തിക്കുന്നതോ ഷിർക്കുമാകും. ഇത്തരമൊരു കാലഘട്ടം കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കേവലം ഒരു വചനമായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തവും ശക്തവുമായ ഭാഷയിൽ വഹീ നൽകിയതാണല്ലോ റസൂൽ പറയാൻ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, വ്യക്തമായ അള്ളാഹുവിന്റെ വഹീ ഇല്ലാതെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ പറയുകയും ചെയ്തു, അലാ അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഖുൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറുഹു. ഞാൻ നിനക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം, നീ അത് പറഞ്ഞാൽ ഷിർക്കിന്റെ ചെറുതോ വലുതോ ആയ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നിന്നിൽ നിന്ന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ പോക്കിക്കളയുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഖുൽ, നീ പറയുക. കൂട്ടി പറയുമ്പോൾ ഖുലില്ലാഹുമ്മ, ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അഭയം ചോദിക്കുന്നു, അൻ തുശ്രിക ബിക വഅന അഅലമു, ഞാൻ ചെയ്തു പോയ ഷിർക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച ഷിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വസ്തഗ്ഫിർ ലക, അതുപോലെ തന്നെ ഞാൻ നിന്നോട് പൊറുക്കൽ തേടുകയും ചെയ്യുന്നു, ലിമാ ലാ അഅലമു, അറിയാതെ ചെയ്തത്, അറിഞ്ഞതും അറിയാത്തതുമായി എല്ലാവിധ ഷിർക്കിന്റെ അംശങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷയും കാവലും ചോദിക്കുകയും വന്നു പോയതിൽ ഞാൻ നിന്നോട് പൊറുക്കൽ തേടുകയും ചെയ്യുന്നു എന്ന് നീ പറഞ്ഞാൽ ഈ കടന്നു വരുന്ന ഷിർക്കിൽ നിന്ന് കുറ്റമറ്റ ഒരു ജീവിതം നയിക്കാനും മുവഹിദുകളായി ജീവിച്ചു മരിക്കാനുമുള്ള തൗഫീഖ് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതല്ലാതെ ഒരാൾക്കും നാളെ പരലോകത്ത് രക്ഷയും സ്വർഗത്തിന്റെ വാസനയും ലഭിക്കുകയും ഇല്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ അവനവന്റെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഷിർക്ക് അരിച്ചെത്താൻ സാധ്യതയുള്ളതിന്റെ പ്രതിരോധമായി ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും അത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന ഗൗരവം അതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ഷിർക്കിനെതിരെ ജാഗ്രത കാണിക്കുവാനുള്ള
തൻ്റെ ഇടവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷയും ഇരു ലോകത്തും അവ മറച്ചു വെച്ച് കാവലും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾ അവനവന്റെ ശാരീരികമായ അവശതകൾ പ്രയാസപ്പെടുത്തുമ്പോൾ അവ മാറ്റിവെച്ചുകൊണ്ട് അവനവന്റെ ഇബാദത്തുകളും ദിക്റുകളും ഔറാദുകളും പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു അവർക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും നമുക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ ഇബാദത്തുകളാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അവയ്ക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ശേഷിക്കുന്ന അതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.